ഗംഗ കണ്ണാടിയുടെ മുന്നിൽ അല്പം ധൃതിയോടെ അണിഞ്ഞൊരുങ്ങുന്നു. കാരണം ചന്തുവും വൈകിയും ഇന്ന് പുലർച്ചെയാണ് വൈകിയുടെ തറവാട്ടുകാവിലെ പൂജയ്ക്ക് എല്ലാവരെയും ക്ഷണിച്ചത്. പൂജയ്ക്ക് വൈഗ മാത്രമേ പോകുന്നുള്ളൂ എന്ന ചന്തുവിന്റെ തീരുമാനം പെട്ടെന്നാണ് അയാൾ മാറ്റിയത്. തറവാട്ടിൽ എല്ലാവരും ഒത്തുകൂടിയതല്ലേ, അവരിൽ ചിലർ മാത്രമല്ലേ ചന്തുവിന്റെ ഭാര്യ വീട് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു അവസരമാക്കി എല്ലാവർക്കും കൂടി വൈഗയുടെ കുടുംബ വീട്ടിലേക്ക് പോകാമെന്ന് ചന്തു ഒരു നിർദ്ദേശം വെച്ചു. അതെല്ലാവർക്കും ഇഷ്ടമായി. പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ടാണ് ഗംഗയ്ക്ക് തിടുക്കപ്പെട്ട് ഒരുങ്ങേണ്ടി വന്നത്. നേരം ഒരു 11 ആയപ്പോഴേക്കും ഒരു ട്രാവലറിൽ ചന്തുവും നകുലനും സണ്ണിയും ഒഴികെ തറവാട്ടിലെ മറ്റെല്ലാവരും വൈകിയുടെ കുടുംബ വീട്ടിലേക്ക് 2 ദിവസത്തെ യാത്രയ്ക്കായി കുറച്ചു ദൂരെയുള്ള ചെറുവയൽ എന്ന പ്രദേശത്തേക്ക് യാത്ര തിരിക്കുന്നു. അവർ പോയതിനു ശേഷം നകുലൻ പറഞ്ഞിട്ടെന്ന വണ്ണം ചന്തു കുറച്ചു താക്കോൽ കൂട്ടങ്ങളും ഒരു ചുറ്റികയും സണ്ണിയുടെയും നകുലിന്റെയും മുന്നിലിരുന്ന ഒരു മേശമേൽ കൊണ്ടുവച്ചു. ചില മുറികൾക്കുള്ള താക്കോൽ ഇതിലില്ല, അങ്ങനെയുള്ളത് ചുറ്റിക വെച്ച് അടിച്ചു തുറക്കാം. ഇത് ചന്തു പറയുമ്പോഴും അയാൾക്ക് അയാൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് പൂർണ്ണമായും അറിയില്ലായിരുന്നു. അതറിയുവാൻ വേണ്ടി അയാൾ നകുലിന്റെയും സണ്ണിയുടെയും മുഖത്ത് മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. ഗംഗ കൽക്കട്ടിൽ നിന്നും നാട്ടിലേക്ക് തിരിക്കുന്ന സമയത്ത് നകുലൻ അവർക്ക് യാത്ര നൽകി തിരികെ ഫ്ളാറ്റിലേക്ക് പോകുവാൻ നിൽക്കെ ഒരു നോവൽ പോസ്റ്റിൽ എത്തുന്നു. അത് നകുലന്റെ ഫ്ളാറ്റ് അഡ്രസ്സിൽ ഗംഗയുടെ പേരിലാണ് വന്നിരുന്നത്. വെറുതെ നോവലിന്റെ കവറിംഗ് മാറ്റി നോക്കുമ്പോൾ നോവലിന്റെ പുറം പേജിൽ തീയാട്ടത്തിനൊടുവിൽ എന്ന തലക്കെട്ടിന് താഴെ മഹാദേവൻ എന്ന പേര് കണ്ട് നകുലൻ ഞെട്ടിപ്പോയി. ഫ്ളാറ്റിനുള്ളിൽ ഗംഗയുടെ പുസ്തക അലമാരയ്ക്കുള്ളിൽ ധൃതിയിൽ പരിശോധിച്ചപ്പോഴാണ് മഹാദേവന്റെ കാവൂട്ട് എന്ന ആദ്യ നോവൽ മുതൽ തന്റെ കയ്യിൽ ഇപ്പോൾ എത്തിച്ചേർന്ന നോവലടക്കം എല്ലാ പതിപ്പുകളും ഉണ്ടെന്നത് നകുലന് വ്യക്തമായത്. കാര്യങ്ങൾക്ക് എന്തോ പന്തികേട് തോന്നിയ നകുലൻ ഉടൻ തന്നെ സണ്ണിയെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു. ഗംഗയുടെ നാട്ടിലേക്കുള്ള പോക്കും നകുലന്റെ ഈ പുതിയ കണ്ടെത്തലും വെച്ച് കൃത്യമായൊരു നിഗമനത്തിൽ എത്താൻ സണ്ണിക്കും പ്രയാസമായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു ബുദ്ധി തോന്നി. ഗംഗയുടെ പേഴ്സണൽ ഡയറി പരിശോധിക്കാൻ നകുലനോട് സണ്ണി ആവശ്യപ്പെട്ടു. ഡയറി പരിശോധിച്ച സണ്ണിക്ക് കാണാനായത് കുറച്ചു മാസങ്ങൾക്ക് മുൻപേ ഗംഗ ഡയറി എഴുത്ത് നിർത്തിയതായിട്ടാണ്. പക്ഷേ അവസാനം എഴുതി നിർത്തിയ വരികൾ നകുലന് മനസ്സിലാകാത്ത വിധത്തിലായിരുന്നു. ഞാൻ തേടിയ വാക്കുകൾ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. താന്ത്രിക ബന്ധനം, ഇതെനിക്ക് തരുന്ന സമാധാനം ചെറുതല്ല. ഇതായിരുന്നു വരികളിൽ എഴുതിയിരുന്നത്. പക്ഷേ ഈ വാചകങ്ങളിൽ സണ്ണിക്ക് ചെറിയൊരു പരിചയം തോന്നിയിരുന്നു. അയാളത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായിരുന്ന പ്രൊഫസർ മാത്യുവുമായി ചർച്ച ചെയ്തു. പ്രൊഫസർ മാത്യുവിന് പറയാനുണ്ടായിരുന്നത് കുറച്ചു ഭയക്കുന്ന സത്യങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ വിവിധ ഗോത്ര വിഭാഗങ്ങളുടെ വിശ്വാസങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നതിനിടയിലാണ് കൽക്കട്ടയിലും ഒഡീഷയിലും നദികളെ കേന്ദ്രീകരിച്ച് കഴിയുന്ന ചില കോളനികളിൽ ചില ഗോത്ര വിഭാഗക്കാരുടെ ആഭിചാര കർമ്മങ്ങളെക്കുറിച്ചും അദ്ദേഹം കേൾക്കാൻ ഇടയാകുന്നത്. അവിടെയാണ് താന്ത്രിക ജന്മബന്ധൻ എന്ന പേരിൽ ചില കർമ്മങ്ങളെ അദ്ദേഹം അടുത്തറിഞ്ഞത്. ആ കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ജന്മത്തിലോ മുൻ ജന്മങ്ങളിലോ ഏതെങ്കിലും കാരണത്താൽ അടുക്കാൻ കഴിയാതെ പോയവരുടെ ആത്മാക്കളെ തമ്മിൽ അടുത്ത ജന്മത്തിലേക്കായി കർമ്മങ്ങളിലൂടെ ബന്ധിപ്പിക്കുക എന്നതാണ്. നകുലൻ പറഞ്ഞു വരുന്നത് ഏകദേശം മനസ്സിലായ ചന്തുവിന് ഒരുപക്ഷെ ഗംഗ താന്ത്രിക ജന്മബന്ധനത്തിലൂടെ അടുത്ത ജന്മത്തിലേക്കായി വെറുമൊരു കർമ്മം ചെയ്യുന്നതിന് എന്തിന് തടയണം? ചേച്ചി ആ കർമ്മം ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്ന നിലപാടായിരുന്നു ചന്തുവിന്. പക്ഷേ അയാൾ മനസ്സിലാക്കിയതുപോലെയല്ല കാര്യങ്ങളെന്ന് സണ്ണി വ്യക്തമാക്കുമ്പോൾ ചന്തുവിന്റെ ഹൃദയമിടിപ്പിന് വല്ലാതെ വേഗത കൂടുന്നതായി അയാൾക്ക് തോന്നി. താന്ത്രിക ബന്ധനത്തിൽ ബന്ധിക്കപ്പെടേണ്ടവരുടെ മുടിയോ നഖമോ മതി കർമ്മം പൂർത്തിയാകുവാൻ. എന്നാൽ ചിലപ്പോൾ ഈ ബന്ധനത്തിന്റെ വേഗത ചിലർ കൂട്ടാൻ ശ്രമിക്കും. അങ്ങനെയുള്ളവർ കൂടുതലും ഈ ജന്മത്തിൽ ഇഷ്ടപ്പെട്ട പങ്കാളിയെ ഏതെങ്കിലും കാരണത്താൽ ലഭിക്കാതെ ഒറ്റപ്പെട്ടു കഴിയുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ആഗ്രഹ സഫലീകരണത്തിനായി ആത്മബലിയും ബലിയും നടത്താറുണ്ട്. അതായത് കർമ്മത്തിന് ശേഷം ഇഷ്ടപ്പെടുന്ന ആളെ അയാൾ പോലും അറിയാതെ കൊലപ്പെടുത്തി സ്വയം ആത്മഹത്യ ചെയ്തുകൊണ്ട് വളരെ വേഗത്തിൽ അവർ അവരുടെ വിശ്വാസപ്രകാരമുള്ള ഒരുമിച്ച് അടുത്ത ജന്മത്തിലേക്ക് കടക്കാൻ ശ്രമിക്കാറുണ്ട്. ഇവിടെയും അതായിരിക്കാം സംഭവിക്കാൻ സാധ്യതയുള്ളത്. നാഗവല്ലിയുടെ കാമുകനായ രാമനാഥനെയാണ് മഹാദേവനിൽ നാഗവല്ലി കാണുന്നത്. അതിനാൽ ഗംഗയുടെ ശരീരം ഉപയോഗിച്ച് താന്ത്രിക ജന്മബന്ധന കർമ്മത്തിലൂടെ മഹാദേവനെയും നാഗവല്ലിയെയും ഒരുമിപ്പിച്ച ശേഷം ആഗ്രഹ പൂർത്തീകരണത്തിന്
മോചനത്തിനായി ഉടൻ തന്നെ മഹാദേവനെ ബലി നൽകുവാൻ സാധ്യതയുണ്ട്. മഹാദേവനോ അതിനയാൾ എവിടെയോ അല്ലേ? ചന്തുവിന്റെ ചോദ്യത്തിന് ഉത്തരം ക്ഷണിക നേരത്തിൽ പറഞ്ഞത് നകുലനായിരുന്നു. കാര്യങ്ങൾ ഇത്രയും മനസ്സിലാക്കിയപ്പോൾ സണ്ണി അയാളെക്കുറിച്ച് അന്വേഷിച്ചു. പക്ഷേ ആൾ എറണാകുളത്തായിരുന്നു താമസം. പക്ഷേ ഇപ്പോൾ ഒരാഴ്ചയിലധികമായി അയാളെ കാണാനില്ല. അയാളുടെ കുടുംബവും പോലീസും അന്വേഷണത്തിലാണ്. ഇപ്പോഴാണ് ചന്തുവിന് താൻ എന്തിനാണ് സണ്ണിയുടെയും നകുലിന്റെയും നിർദ്ദേശപ്രകാരം തറവാട്ടിലുള്ളവരെ വൈകിയുടെ കുടുംബ വീട്ടിലേക്ക് പറഞ്ഞയച്ചതെന്നും ഇപ്പോൾ തറവാട്ടിലെ തുറന്നതും തുറക്കാത്തതുമായ മുറികളുടെ താക്കോൽ എന്തിനാണ് എടുത്തുകൊണ്ട് വന്നതെന്നും അയാൾക്ക് മനസ്സിലായി തുടങ്ങി. ചന്തുവും സണ്ണിയും ചേർന്ന് മുറികളെല്ലാം തുറന്നെങ്കിലും എല്ലാ മുറികളും ശൂന്യം. നകുലിനും ചന്തുവിനും എന്തെന്നില്ലാത്ത ആശ്വാസം. പക്ഷേ സണ്ണിയുടെ മുഖത്തെ പിരിമുറുക്കം അപ്പോഴും അയഞ്ഞിട്ടില്ല. തലേന്ന് രാത്രിയിൽ താൻ കണ്ട സ്വപ്നം കൂടി ചേർത്ത് വെച്ച് വായിച്ചപ്പോൾ സണ്ണിക്ക് ചന്തുവിനോടായി ഒരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. സണ്ണിയുടെ ആ ചോദ്യം 150 വർഷത്തിന് പുറകിലേക്ക് ചന്തുവിനെയും നകുലനെയും കൊണ്ടെത്തിച്ചു. കാരണം ആ ചോദ്യത്തിന് ഉത്തരം അവിടെയാണ് ഉണ്ടായിരുന്നത്. നാലകം എന്ന നാട്ടുഗ്രാമം ഭരിച്ചിരുന്ന മാടമ്പിമാരുടെ മാടമ്പി തറവാട്ടിൽ. കഥയുടെ ഈ ഭാഗം അവസാനിക്കുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ മഹാദേവന്റെ നോവലുകളിലൂടെ അയാളെ പ്രണയിക്കുന്ന ഗംഗയ്ക്ക് അല്ലെങ്കിൽ നാഗവല്ലിക്ക് എങ്ങനെയാണ് കൽക്കട്ടയിലെ ഗോത്രവിഭാഗക്കാരുടെ കർമ്മത്തെക്കുറിച്ച് അറിയാനിടയായത്? നാഗവല്ലിക്ക് പരിചിതമായ മാടമ്പി തറവാട്ടിനുള്ളിലോ പരിസരത്തോ മാത്രമേ സണ്ണി കരുതുന്നത് പോലെ മഹാദേവനെ ഒളിപ്പിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത ഉള്ളൂ എങ്കിൽ മുറികൾ മുഴുവൻ തുറന്നിട്ടും മഹാദേവൻ എവിടെ? സണ്ണിയുടെ എന്ത് ചോദ്യമായിരിക്കാം 150 വർഷത്തിന് പുറകിലുള്ള മാടമ്പി തറവാട്ടിനെ കുറിച്ച് ചിന്തിപ്പിക്കാൻ ചന്തുവിനെയും നകുലനെയും പ്രേരിപ്പിച്ചത്? 150 വർഷം മുൻപുള്ള മാടമ്പി തറവാട്ടിൽ ചികഞ്ഞു കിട്ടുന്ന എന്ത് ഉത്തരമാണ് മഹാദേവൻ എവിടെ എന്ന ഈ കാലഘട്ടത്തിലെ ചോദ്യത്തിന് ഉത്തരമാകുക? കാത്തിരുന്നു കാണാം യൂട്യൂബിൽ MN സ്റ്റോറി ബോർഡ് സ്റ്റോറീസിലൂടെ.